ഓഫീസിൽ ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് റിസൈൻ ഡേ ആണ്. പിന്നെ നമ്മുടെ ഈ ഓഫീസിലെ ലാസ്റ്റ് ഡേ ആണ്. ബസ് പോകുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ഇന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഓഫീസിൽ കയറിയത്. എല്ലാവരുടെയും സിസ്റ്റത്തിൽ പേര് എഴുതി ഒട്ടിക്കാണ്. ഈ എല്ലാ ബിൽഡിംഗ്, ഞങ്ങളുടെ ചായക്കട, വൈകുന്നേരം ഇരിക്കുന്ന സ്ഥലം എല്ലാം മിസ്. ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എൻ്റെ ഓഫീസിൽ സൂറത്തിൽ ഞാൻ വന്നിട്ട് ഞാൻ ജോലി ചെയ്ത എൻ്റെ ഓഫീസിൽ 1.5 year ആയിട്ട് ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിൽ ഞാൻ റിസൈൻ ഇടാൻ പോകുന്നത്, ഷിഫ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ന് റിസൈൻ ഡേ ആണ്. പിന്നെ നമ്മുടെ ഈ ഓഫീസിലെ ലാസ്റ്റ് ഡേ ആണ്. ഇനി ഒരു 1 month ഞാൻ ഈ ഓഫീസിൽ പോകുന്നത് എൻ്റെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാനാണ്. വിഷമമുണ്ട്, എന്നാലും ഞാൻ മിസ് ചെയ്യും എന്തായാലും. അപ്പം ഇന്ന് രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ. വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്യണം. അതെൻ്റെ ഓഫീസിൽ. സോ എൻ്റെ ബസ് പോകുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ഷോ, എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു സുന്ദരി എന്നെ. ഇനി ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് വേഗം റെഡിയാകാം. നമ്മുടെ ലാസ്റ്റ് ഡേ മേക്കപ്പ് കുറച്ചുകൂടി പോയി ചേട്ടാ പോകാം. അപ്പം ഗൈസ് വേഗം സമയമായിട്ട് ഞാൻ ഓടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു JCB കണ്ട് വായി നോക്കി നിൽക്കുന്ന രംഗമാണ് ഇപ്പം കാണുക. പിന്നെ ഞാൻ സാധാരണ പോകുന്ന ബസ്സെല്ലാം പോയതുകൊണ്ട് ഞാനവിടെ വായ പൊളിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഇത് ബസ് ഇറങ്ങിയിട്ടുള്ള സീനാണ്. ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ബസ്സൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പോസിബിൾ ആയിട്ടില്ല, കാര്യം അത്രയും തിരക്കാം. പിന്നെ ഇത് ശ്യാം മന്ദിർ എത്തിയിട്ട് നമ്മുടെ ലാസ്റ്റ് ഓഫീസിലോട്ട് എത്തുന്ന വ്യൂ ആണ്. ഇത് ഞാൻ ശരിക്കും മിസ് ചെയ്യും ഗൈസ്, ശ്യാം മന്ദിർ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം VIP പ്ലാസ. ഇതിൻ്റെ അപ്പുറത്ത് ആസ്ഥ കോംപ്ലക്സിലാണ് എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. ഈ മേലത്തെ ഈ കാണുന്ന ഈ ബഞ്ചിലിരുന്നിട്ടാണ് നമ്മൾ വൈകുന്നേരം ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത്. ഈ ചായക്കടയിൽ നിന്നാണ് നമ്മൾ ഡെയിലി വൈകുന്നേരം ചായ കുടിക്കുന്നത്. പിന്നെ ഓഫീസിലോട്ടുള്ള ചായയും ഇവിടെ നിന്ന് തന്നെയാണ്. ഈ നായക്കുട്ടന്മാര് വരെ ഞാൻ മിസ് ചെയ്യും. നമ്മുടെ ഓഫീസ് വന്നിട്ട് 4th floor അപ്പൊ ഞാൻ രാവിലെ ഡെയിലി സ്റ്റെപ്പ് കയറിയിട്ടാ പോവാം. അങ്ങനെ ഗൈസ് 4th floor നമ്മുടെ ഓഫീസിലോട്ടെത്തി. ഞാനിന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഓഫീസിൽ കയറിയത്. അങ്ങനെ ഞാൻ പഞ്ചിങ് ചെയ്തു ആസ് യൂഷ്വൽ. എൻ്റെ ലാസ്റ്റ് പഞ്ചിങ് ഈ ഓഫീസിൽ. അതിന് ഓഫീസിൻ്റെ ഉള്ളിൽ കയറി. എല്ലാവരും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഷാർപ്പ് ടൈമിലായിരുന്നു. നമ്മുടെ ക്യാബിനിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നോർമലി നമ്മുടെ വ്യൂ കാണുന്ന ബാൽക്കണിയിൽ പോയി വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു. കാരണം ഇത് ലാസ്റ്റ് വ്യൂ ആണ്, ഇവിടുന്ന് ഇനി കാണാൻ ഒരു ഓപ്ഷൻ പോലും ഇല്ല. എന്നിട്ട് ഞാൻ എൻ്റെ ബാഗെല്ലാം ഷെൽഫിൽ വെച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ പൂച്ചക്കുട്ടനെ എടുത്ത് ടേബിളിൻ്റെ ഉള്ളിൽ വെക്കുന്ന, ടേബിളിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ എനിക്കൊരു സമാധാനം. പിന്നെ ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ട് പിന്നെ പണി തുടങ്ങണം ഗൈസ്. പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ്. പിന്നെ ആക്ച്വലി അപ്പം ചായ വന്നിട്ട് നമ്മുടെ ക്ലീൻ ചെയ്യാൻ വരുന്ന മാസിയൊക്കെ നമ്മുടെ അടുത്ത് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ലഞ്ചിന് ശേഷം കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വിഷമങ്ങളൊക്കെ പങ്കിടുന്ന സീനാണ്. എന്നിട്ട് വീണ്ടും 1:40 ഞാൻ വീണ്ടും വർക്കിൽ കയറി. കാരണം നല്ല വർക്ക് ഉണ്ടായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇനി ഫുൾ ഫോക്കസ് എന്നാണ് ഞാൻ ഇപ്പോൾ ആക്ഷൻ കാണിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജേഷ് ഭായി കുറച്ച് गाइस आज बेसु में हम लोग का लास्ट टीम है, तो प्यार करना, इस चैनल पे जुड़े रहना, इस चैनल देखते रहना, सब्सक्राइब करना, लाइक करना, शेयर करना. അങ്ങനെ നമ്മുടെ 4 മണിയുടെ ചായ, നമ്മുടെ ഈ ഓഫീസിലെ അവസാന ഈവനിങ് ചായ നമ്മൾ കുടിക്കാൻ. ആക്ച്വലി ഞങ്ങൾ ക്യാബിനിലെല്ലാവരും ഭയങ്കര ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ മിസ്സാവുന്ന വിഷമമാണ് എല്ലാവരുടെയും മുഖത്ത്. പിന്നെ ഞാൻ ടേബിളിൽ നിന്ന് മെല്ലെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഒക്കെ കൊണ്ടുപോവാണ്. എൻ്റെ കുറെ മരുന്ന്, സ്പ്രേ, ലിപ്സ്റ്റിക്ക്, എൻ്റെ ഫ്രണ്ട് എനിക്ക് എഴുതി തന്ന കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്രിസ്മസിന്റെ ക്യാപ്പ്, ഈവൻ ഉപ്പ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ ഡയറി എല്ലാം ഞാൻ എടുത്തിട്ട്, എൻ്റെ പൂച്ചക്കുട്ടിനും എല്ലാം നമ്മൾ എടുത്തിട്ട് പോകാൻ നിൽക്കുക.
ഇനി നമ്മുടെ മെയിൻ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സിസ്റ്റത്തിൽ പേരെഴുതി ഒട്ടിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Last video from this office. Bye. Yes, Abhi. Tata bye bye. Bye bye. അങ്ങനെ ഞാൻ എൻ്റെ ഈവൻ ബോട്ടിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മൾ പാക്കിംഗ് ആണ്. നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ സത്യമായിട്ടും. കാരണം നമ്മളെല്ലാവരുമായിട്ട് അങ്ങനത്തെ ഒരു ബോണ്ടിങ്. Tata. बाय बाय. എല്ലാവരും സിസ്റ്റം എല്ലാം എടുത്ത് ബോക്സിലാക്കിയിട്ട് നമ്മൾ തന്നെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ആക്കി. അപ്പൊ ടൈം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പഞ്ച് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വേസു ഓഫീസിലെ ലാസ്റ്റ് പഞ്ച് ഔട്ടായിരുന്നു. എന്തായാലും മിസ് ചെയ്യും കേട്ടോ ഈ ഓഫീസ്. കാരണം ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരുമിച്ചിരുന്നിട്ട്, അവിടെയും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്, എങ്കിലും നമ്മൾ വേറെയും കുറെ ആൾക്കാരുടെ കൂടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് എന്തായാലും ഈ എല്ലാ ബിൽഡിങ്, ഞങ്ങളുടെ ചായക്കട, വൈകുന്നേരം ഇരിക്കുന്ന സ്ഥലം എല്ലാം മിസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്യാം മന്ദിറിൽ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ എപ്പോഴാ പോകുക എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ പോവാണ്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.